السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. ലോകത്ത് ഏറ്റവും കൂടുതൽ അക്കാഡമികവും അല്ലാത്തതുമായിട്ടുള്ള വായനകളും പഠനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വൈജ്ഞാനിക മേഖലയാണ് തസവൂഫ് അല്ലെങ്കിൽ സൂഫിസം എന്ന് പറയുന്നത്. സൂഫിസത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനപ്രിയ വായനകൾ നടന്നുകൊണ്ടിരിക്കുന്നത് സാഹിത്യങ്ങളിലാണ്, സൂഫി സാഹിത്യങ്ങളിലാണ്. സൂഫി സാഹിത്യങ്ങളിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വിറ്റഴിഞ്ഞിട്ടുള്ളത് പേർഷ്യൻ സൂഫി സാഹിത്യങ്ങൾ, അതിൻ്റെ വിവർത്തനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട രചനകൾ ഉൾക്കൊള്ളുന്നതിലാണ്. പേർഷ്യൻ സൂഫി സാഹിത്യ പാരമ്പര്യത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുകയും ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുകയും ഏറ്റവും കൂടുതൽ ഗ്രന്ഥരചനകൾ അനുബന്ധമായി നടക്കുകയും ചെയ്തിട്ടുള്ളത് ജലാലുദ്ദീൻ റൂമി തങ്ങളുടെ പേരിലാണ്. കേരളത്തിലെ ജനപ്രിയ വായനയിലടക്കം ജലാലുദ്ദീൻ റൂമിയുടെ സാന്നിധ്യവും സ്വാധീനവും നമുക്ക് കാണാൻ സാധിക്കും. അത്രത്തോളം പ്രത്യക്ഷനായ ഒരു റൂമിയെക്കുറിച്ച് അപ്രത്യക്ഷനായ റൂമി എന്ന പേരിൽ ഒരു സംസാരം നടക്കുന്നതിൻ്റെ താല്പര്യം എന്താണെന്ന് ചിലപ്പോൾ നിങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. ഞാനൊരു ഒരു അനുഭവത്തിൽ നിന്ന് തുടങ്ങാം. ലോക്ക്ഡൗൺ സമയത്താണല്ലോ ക്ലബ് ഹൗസ് ചർച്ചകൾ വളരെ വ്യാപകമായി നടന്നിരുന്നത്. ആ സമയത്ത് ഒരു ക്ലബ് ഹൗസ് ചർച്ചയിൽ ജലാലുദ്ദീൻ റൂമി തങ്ങളെക്കുറിച്ചുള്ള ഒരു സംസാരത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ആ സംസാരത്തിൻ്റെ അവസാനത്തിൽ അവതാരകൻ പറയുന്നുണ്ട്, ആ അവതാരകനോട് ഒരു വ്യക്തി പറഞ്ഞു അത്രേ, ഇനിയും ഞാൻ ഈ ആത്മീയ ലോകത്തേക്ക് വരികയാണെങ്കിൽ, അതായത് ജലാലുദ്ദീൻ റൂമി തങ്ങളെ പോലുള്ളവരുടെ ഗ്രന്ഥവായനയിലൂടെയൊക്കെ ഈ ഒരു ആത്മീയ രീതിയിലേക്ക് കടന്നു വരികയാണെങ്കിൽ, ഈ ഒരു ആത്മീയ ലോകത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ എൻ്റെ കുടുംബജീവിതം തകർന്നു പോകാൻ അത് കാരണമാകുമെന്ന് ഒരു വ്യക്തി ആ അവതാരകനോട് പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു സൂഫിയായ വ്യക്തിയെ അനുഗമിക്കൽ കാരണത്താലോ അവരുടെ ഗ്രന്ഥങ്ങൾ വായിക്കുന്നത് കാരണത്താലോ ഒരു വ്യക്തിയുടെ കുടുംബജീവിതം തകരുമെന്ന രീതിയിലേക്ക് മാറുന്നുണ്ടെങ്കിൽ എവിടെയാണ് അദ്ദേഹത്തിന് പിഴച്ചിട്ടുള്ളത്? അദ്ദേഹത്തിൻ്റെ വായനയിലാണോ, വായിച്ച രീതിയിലാണോ തുടങ്ങിയ സംശയങ്ങൾ അവിടെയുണ്ട്. അത്തരത്തിൽ ജലാലുദ്ദീൻ റൂമി തങ്ങളെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ എവിടെയാണ് കടന്നു വരുന്നത്, ജലാലുദ്ദീൻ റൂമി തങ്ങളുടെ ഗ്രന്ഥങ്ങളിലുള്ള പ്രശ്നങ്ങൾ എവിടേക്കാണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് അപ്രത്യക്ഷനായ റൂമി എന്ന ടൈറ്റിലിൽ നമ്മളിവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ജലാലുദ്ദീൻ റൂമി തങ്ങളെക്കുറിച്ച് നേരത്തെ പറഞ്ഞ അനുഭവം വെച്ച് സംസാരിക്കുകയാണെങ്കിൽ, ഒരു വ്യക്തിക്ക് തെറ്റായ ധാരണകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണുള്ളത്. ഒന്ന്, ജലാലുദ്ദീൻ റൂമി തങ്ങളെക്കുറിച്ചുള്ള വായനയുടെ സോഴ്സിൻ്റെ പ്രശ്നങ്ങളാണ്. നമ്മൾ ഏത് സോഴ്സിൽ നിന്നാണ് ഒരു വ്യക്തിയെക്കുറിച്ച് വായിക്കുന്നത്, ആ സോഴ്സിൻ്റെ പരിമിതികളും പ്രശ്നങ്ങളും ആ വായനക്കും ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുകയാണെങ്കിൽ ജലാലുദ്ദീൻ റൂമി തങ്ങളെക്കുറിച്ച് വായിക്കുന്ന സോഴ്സുകൾ ഒരു പക്ഷേ നമ്മുടെ തെറ്റിദ്ധാരണകൾക്ക് കാരണമായിട്ടുണ്ടാകും. ജലാലുദ്ദീൻ റൂമി തങ്ങൾക്ക് വ്യത്യസ്തമായ രചനകളുണ്ട്. സ്വന്തമായി എഴുതിയതും അല്ലാത്തതുമായ വ്യത്യസ്തമായ ഗ്രന്ഥങ്ങൾ ജലാലുദ്ദീൻ റൂമി തങ്ങളുടെ പേരിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊരു പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് മത ആത്മീയ പ്രഭാഷണങ്ങൾ. മജാലിസെ സഭ എന്ന പേരിൽ 7 സെർമൺസ് എന്ന് ഇംഗ്ലീഷിൽ എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് അത്തരത്തിലുള്ള ആ മതപ്രഭാഷണങ്ങൾ ക്രോഡീകരിച്ചിട്ടുള്ളത്. 1986 തൗഫീഖ് സുബ്ഹാനി എന്ന് പറയുന്ന വ്യക്തി തുർക്കിയിലെ കൊനിയയിൽ, ജലാലുദ്ദീൻ റൂമി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന കൊനിയയിലെ പഴയ മാനുസ്ക്രിപ്റ്റ് അടിസ്ഥാനമാക്കിയിട്ടാണ് ആദ്യമായിട്ട് ഇതിൻ്റെ പേർഷ്യൻ പതിപ്പ് പുറത്തിറക്കുന്നത്. ഈ ആത്മീയ പ്രഭാഷണങ്ങൾ 7 സെർമൺസിനെ പൂർണ്ണമായിട്ട് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടില്ലെങ്കിലും ഭാഗികമായി ഫ്രാങ്ക്ലിൻ ലെവിസ്
വില്യം സി ചിറ്റിക്ക തുടങ്ങിയവരൊക്കെ ഇതിൻ്റെ ചില ഭാഗങ്ങൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. മറ്റൊരു ഗ്രന്ഥ വിഭാഗമാണ് ജലാലുദ്ദീൻ റൂമി തങ്ങളുടെ മറ്റൊരു ഗ്രന്ഥ വിഭാഗമാണ് കത്തുകൾ. മക്തുബാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന 150ഓളം കത്തുകളാണ് തൻ്റെ ശിഷ്യന്മാരുമായും കുടുംബക്കാരുമായും ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഗവൺമെൻറ് ലീഡേഴ്സുമായിട്ടുമൊക്കെ നടത്തിയിട്ടുള്ള കത്തിൻ്റെ സമാഹാരമാണ് മക്തുബാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1992 നേരത്തെ പറഞ്ഞ തൗഫീഖ് സുബ്ഹാനി ഈ കത്തുകൾ ക്രോഡീകരിച്ചുകൊണ്ട് പേർഷ്യൻ ഭാഷയിൽ പുറത്തിറക്കിയത്. ഇതും പൂർണ്ണമായിട്ട് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടില്ലെങ്കിലും വില്യം സി ചിറ്റിക്കിനെ പോലുള്ള ചില പണ്ഡിതന്മാർ ചില ഭാഗങ്ങൾ മാത്രം വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം കോൾമാൻ ബക്സും ജോൺ മോയിൻ എന്ന് പറയുന്ന വ്യക്തിയും ചേർന്നുകൊണ്ട് 17ഓളം കത്തുകൾ ദീസ് ലോങ്ങിങ് വേർഷൻസ് ഓഫ് റൂമി എന്ന പേരിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ജലാലുദ്ദീൻ റൂമി തങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന ഗദ്യകൃതിയാണ് ഫീഹിമ ഫീഹി എന്ന് പറയുന്ന ഗ്രന്ഥം. ഇത് യഥാർത്ഥത്തിൽ റൂമി തങ്ങൾ എഴുതിയതല്ല. ജലാലുദ്ദീൻ റൂമി തങ്ങളുടെ പ്രഭാഷണങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ശിഷ്യന്മാർ പുറത്തിറക്കിയ ഗ്രന്ഥമാണ് ഫീഹിമ ഫീഹി എന്ന് പറയുന്നത്. ജലാലുദ്ദീൻ റൂമി തങ്ങളുടെ മറ്റ് ഗ്രന്ഥങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി ആശയവ്യക്തതയുള്ളതും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു രചനാ ശൈലിയാണ് ഫീഹിമ ഫീഹിക്കുള്ളത്. കാവ്യരൂപത്തിലല്ല, ഗദ്യരൂപത്തിലായതുകൊണ്ട് തന്നെ അതിൻ്റെ സരളമായ ഒരു വായന നമുക്കിതിൽ കാണാൻ സാധിക്കും. ഇതിൻ്റെ ആദ്യ പേർഷ്യൻ പതിപ്പ് പുറത്തിറക്കുന്നത് ഇറാനിയൻ സ്കോളറായ ബദിയുസ്സമാൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. 1951 അത് പുറത്തിറങ്ങുന്നത്. ശേഷം ആ എഡിഷനെ കുറച്ചുകൂടി വിപുലപ്പെടുത്തി കുറച്ചുകൂടി മെച്ചപ്പെടുത്തിക്കൊണ്ട് മക്കാലത്തെ മൗലാന എന്ന പേരിൽ 1994 ജാഫർ സാദിഖ് എന്ന് പറയുന്ന ഒരു വ്യക്തി മറ്റൊരു പേർഷ്യൻ പതിപ്പും പുറത്തിറക്കിയിട്ടുണ്ട്. ഫീഹിമ ഫീഹിയുടെ ഇംഗ്ലീഷ് വേർഷൻ ഇംഗ്ലീഷ് പരിഭാഷ ആദ്യമായിട്ട് നടത്തുന്നത് എ ജെ ആർബറിയാണ്. ഡിസ്കോഴ്സസ് ഓഫ് റൂമി എന്ന പേരിൽ ഇന്നും വളരെ പ്രശസ്തമായിട്ടുള്ള ഫീഹിമ ഫീഹിയുടെ ഒരു വിവർത്തനമാണ് ഡിസ്കോഴ്സസ് ഓഫ് റൂമി എന്ന് പറയുന്ന എ ജെ ആർബറിയുടെ വിവർത്തനം. അതോടൊപ്പം 1994 സയൻസ് ഓഫ് ദി അൺസീൻ എന്ന് പറയുന്ന ഒരു വിവർത്തനം വീലർ താങ്സ്റ്റൺ എന്ന് പറയുന്ന വ്യക്തിയും നടത്തിയിട്ടുണ്ട്. വില്യം സി ചിറ്റിക്ക് ദ സൂഫി പാത്ത് ഓഫ് ലവ് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ഫീഹിമ ഫീഹിയുടെ ചില ഗ്രന്ഥങ്ങൾ വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പൂർണ്ണമായി വിവർത്തനം ചെയ്തത് നേരത്തെ പറഞ്ഞ 2 ഗ്രന്ഥങ്ങളാണ്. ജലാലുദ്ദീൻ റൂമി തങ്ങളെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ടിട്ടുള്ളതും ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടിട്ടുള്ളതും കാവ്യങ്ങളിലൂടെയാണ്. പ്രധാനപ്പെട്ട 2 കാവ്യ സമാഹാരങ്ങളാണ് ജലാലുദ്ദീൻ റൂമി തങ്ങൾക്കുള്ളത്. ഒന്ന് ദീവാനുൽ അക്ബർ അല്ലെങ്കിൽ ദീവാനെ ശംസ് തബ്രീസ് എന്ന് പറയുന്ന കാവ്യം ഏകദേശം 40,000-ഓളം കപ്ലറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒരു കാവ്യസമാഹാരമാണ്. മറ്റൊന്ന് മസ്നവിയാണ്. മസ്നവി ഏകദേശം 26,000-ഓളം കപ്ലറ്റ്സ് അടങ്ങിയിട്ടുള്ള കാവ്യസമാഹാരമാണ്. ജലാലുദ്ദീൻ റൂമി തങ്ങളുടെ ആത്മീയ ജീവിതത്തെ നിർണ്ണയിക്കുന്നതിൽ വളരെയധികം പങ്കുവഹിച്ചിട്ടുള്ള ഒരു സന്ദർഭമായിരുന്നു തൻ്റെ ആത്മീയ ഗുരുവാണെന്ന് പരിചയപ്പെടുത്തുന്ന ശംസ് തബ്രീസുമായി ഉള്ള കണ്ടുമുട്ടൽ. അതിനുശേഷം ചില ചരിത്രകാരന്മാർ പറയുന്നതനുസരിച്ച് ചില പ്രയാസങ്ങൾ നേരിടുകയും പ്രശ്നങ്ങളുണ്ടാവുകയും അങ്ങനെ ശംസ് തബ്രീസുമായി ബന്ധം വേർപ്പെടുകയും ചെയ്യുന്ന സമയത്ത് തൻ്റെ ഗുരുവിനെ ഓർത്തുകൊണ്ട് ഗുരുവിനോടുള്ള സ്നേഹം പ്രകടമാക്കിക്കൊണ്ട് എഴുതിയിട്ടുള്ള കാവ്യമാണ് ദീവാനെ ശംസ് തബ്രീസ് എന്ന് പറയുന്നത്. ദീവാനെ ശംസ് തബ്രീസ് എന്ന യഥാർത്ഥത്തിൽ ഒരു 3 തരത്തിലുള്ള കാവ്യങ്ങൾ അടങ്ങിയിട്ടുള്ള സമാഹാരമാണ്. അതിൽ 3229 ഗസലുകളുണ്ട്. അതുപോലെ 44 താർജിബൻസ് എന്ന് പറയുന്ന ഒരു കാവ്യരൂപം അതടങ്ങിയിട്ടുള്ള 44 അത്തരത്തിലുള്ള കവിതകളുണ്ട്. അതോടൊപ്പം 1983 കോട്രൻസും അടങ്ങിയിട്ടുള്ള കാവ്യസമാഹാരമാണ് ദീവാനെ ശംസ് തബ്രീസ് എന്ന് പറയുന്നത്. 1957 മുതൽ 67 വരെ കാലഘട്ടങ്ങളിലായിട്ട് ബദിയുസ്സമാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിൻ്റെ 10 പതിപ്പുകളായിട്ട് ഇതിൻ്റെ പേർഷ്യൻ പതിപ്പ് പുറത്തിറക്കിയത്. ഇതുകൂടാതെ കാവ്യങ്ങളിൽ ജലാലുദ്ദീൻ റൂമി തങ്ങളെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ടതും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതും മസ്നവിയിലൂടെയാണ്.
മസ്നവിയിലൂടെയും അതിനോടനുബന്ധമായി ഇംഗ്ലീഷിലും മറ്റു ഭാഷകളിലുമായി എഴുതപ്പെട്ട വിവർത്തനം ചെയ്യപ്പെട്ട ഗ്രന്ഥങ്ങളിലൂടെയാണ് ലോകത്ത് ജലാലുദ്ദീൻ റൂമി തങ്ങൾ ഏറ്റവും കൂടുതൽ പ്രസിദ്ധി ആർജിച്ചിട്ടുള്ളത്. ഇതിന് 3 തരത്തിലുള്ള വിവർത്തനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, മുഴുവനായും മസ്നവിയെ വിവർത്തനം ചെയ്ത എഡിഷൻസാണ്. റെഡ് ഹൗസ്, വിൽസൺ, നിക്കൾസൺ, ഗുപ്ത, മുജദ്ദിദി എന്ന് പറയുന്ന തുടങ്ങിയ സ്കോളേഴ്സ് മസ്നവിയുടെ പൂർണ്ണമായോ അല്ലെങ്കിൽ ഭൂരിപക്ഷം ഭാഗങ്ങളും വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ച എഡിഷൻസ് അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിൽപ്പെടുന്നതാണ്. മറ്റൊന്ന്, ഭാഗികമായി മാത്രം വിവർത്തനം ചെയ്തത്, വളരെ കുറഞ്ഞ ഭാഗം മാത്രം മസ്നവിയിൽ നിന്ന് എടുത്തുകൊണ്ട് ചില പ്രത്യേക വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വരികൾ മാത്രം എടുത്തുകൊണ്ട് വിവർത്തനം ചെയ്ത ഭാഗികമായ വിവർത്തനങ്ങളാണ്. അതിൽ എ.ജെ. ആർബറി, ആൻമേരി ഷിമ്മൽ, വില്യം സി ചിറ്റിക്ക് തുടങ്ങിയവരുടെ വിവർത്തനങ്ങളൊക്കെ അതിൽപ്പെടുന്നതാണ്. മറ്റൊന്ന്, പോപ്പുലർ വേർഷൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നതാണ്. ഏറ്റവും കൂടുതൽ ഖ്യാതി ലഭിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ടിട്ടുള്ളതും ഇത്തരം വിവർത്തനങ്ങൾ മസ്നവിയുടെ വിവർത്തനങ്ങൾക്കാണ്. കോൾമാൻ, ബാക്സ്, ഹെൽമിൻസ്കി, ഹാർവേ തുടങ്ങിയ വ്യക്തികളാണ് ഇത്തരത്തിലുള്ള വിവർത്തനങ്ങൾ പുറത്തിറക്കിയിട്ടുള്ളത്. ഇതിനെല്ലാം പുറമെ മസ്നവിയുടെ ഉള്ളടക്കത്തെക്കുറിച്ചും ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. എന്താണ് മസ്നവിയിലൂടെ ജലാലുദ്ദീൻ റൂമി തങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നതെന്നും എങ്ങനെയൊക്കെയാണ് ജലാലുദ്ദീൻ റൂമി തങ്ങൾ സംസാരിക്കുന്നതെന്നും മസ്നവിയുടെ ഉള്ളടക്കത്തിൻ്റെ സ്വഭാവം എന്താണ്, അതിൻ്റെ രചനാശൈലി ഏത് രൂപത്തിലുള്ളതാണ് തുടങ്ങിയ വിഷയങ്ങളെയൊക്കെ സംബന്ധിച്ച് ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. പാകിസ്ഥാനിലെ ലാഹോറിൽ പബ്ലിഷ് ചെയ്ത ഖലീഫ അബ്ദുൽ ഹക്കീം എന്ന വ്യക്തിയുടെ ദ മെറ്റാഫിസിക്സ് ഓഫ് റൂമി എന്ന് പറയുന്ന ഗ്രന്ഥം, അതുപോലെ ഇറാനിലെ തെഹ്റാനിൽ പബ്ലിഷ് ചെയ്ത വില്യം സി ചിറ്റിക്കിൻ്റെ ദ ഡോക്ട്രിൻ ഓഫ് റൂമി ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഗ്രന്ഥം, അതോടൊപ്പം ജോൺ റൊണാൾഡിൻ്റെ ഓൾ ദി കിങ്സ് ഫാൽക്കൺ, റൂമി ഓൺ പ്രൊഫറ്റ് ആൻഡ് റെവലേഷൻ എന്ന് പറയുന്ന ഗ്രന്ഥം തുടങ്ങി വ്യത്യസ്തമായ ഗ്രന്ഥങ്ങൾ തന്നെ ജലാലുദ്ദീൻ റൂമി തങ്ങളുടെ മസ്നവിയെ അടിസ്ഥാനമാക്കി എഴുതപ്പെട്ടിട്ടുണ്ട്. ഇതിന് പുറമെ ജലാലുദ്ദീൻ റൂമി തങ്ങളുടെ ജീവിതത്തെയും ആത്മീയതയെയും ദൈവശാസ്ത്രത്തെയും എല്ലാം പരാമർശിച്ചുകൊണ്ട് ആൻമേരി ഷിമ്മൽ ദ ട്രിയംഫൻസ് സൺ എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതിൽ ജലാലുദ്ദീൻ റൂമി തങ്ങളുടെ മസ്നവിയെക്കുറിച്ച് ഒരു പഠനം കാണാൻ സാധിക്കും. അതുപോലെ അഫ്സൽ ഇക്ബാലിൻ്റെ ദ ലൈഫ് ആൻഡ് വർക്ക്സ് ഓഫ് റൂമി എന്ന ഗ്രന്ഥത്തിൽ ദ മെസ്സേജസ് ഓഫ് മസ്നവി എന്ന പേരിൽ മസ്നവിയെക്കുറിച്ചുള്ള ചർച്ച ഒരു പ്രത്യേക ചർച്ച കാണാൻ സാധിക്കും. അതോടൊപ്പം സമഗ്രമായ ഒരു റൂമി വായന നടത്തിയിട്ടുള്ള ആളാണ് ഫ്രാങ്ക്ലിൻ ലെവിൻസ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ റൂമി പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്, ദ ലൈഫ് ആൻഡ് ടീച്ചിങ്സ് ആൻഡ് പോയട്രി ഓഫ് ജലാലുദ്ദീൻ റൂമി എന്ന ഗ്രന്ഥത്തിൽ ദ ടീച്ചിങ്സ് എന്ന പേരിൽ ഒരു ചാപ്റ്ററിൽ ജലാലുദ്ദീൻ റൂമി തങ്ങളുടെ മസ്നവിയെക്കുറിച്ചും അതിൻ്റെ രചനാശൈലിയെക്കുറിച്ചുമുള്ള പഠനം കാണാൻ സാധിക്കും. ഇതിനെല്ലാം പുറമെ മസ്നവിയുടെ ഒരു പ്രത്യേകത, മസ്നവിയുടെ ഓരോ ഭാഗങ്ങൾക്കും പ്രത്യേകം ആമുഖങ്ങളുണ്ട്. ആമുഖങ്ങൾക്ക് ശേഷമാണ് കാവ്യരൂപത്തിലുള്ള അതിൻ്റെ ഉള്ളടക്കമുള്ളത്. ഈ ആമുഖങ്ങളെക്കുറിച്ചും പഠനങ്ങൾ നടന്നിട്ടുണ്ട്. കാൾ ഡബ്ല്യു ഏണസ്റ്റ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അക്കാഡമിക് എസ്സേസ് ഓൺ സൂഫിസം ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ 10-20 വർഷത്തോളമുള്ള അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക പഠനങ്ങളുടെ സമാഹാരം പുറത്തിറക്കിയതിൽ ലിറ്റിൽ ഇൻഡിക്കേറ്റ്സ് മച്ച് സ്ട്രക്ചർ ആൻഡ് മീനിങ്സ് ഇൻ ദി പ്രിഫേസ് ടു റൂമീസ് മസ്നവി എന്ന പേരിൽ മസ്നവിയുടെ ആമുഖങ്ങളെക്കുറിച്ച് പ്രത്യേകം ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അതിന് അദ്ദേഹം പറയുന്നൊരു കാരണം, ജലാലുദ്ദീൻ റൂമി തങ്ങളുടെ മസ്നവിയുടെ വിവർത്തനങ്ങൾ ധാരാളമുണ്ടെങ്കിലും അതിൽ അറിയപ്പെട്ടതും അല്ലാത്തതുമായ വിവർത്തനങ്ങളിലൊന്നും ഈ വിവർത്തനങ്ങളുടെ ആമുഖം നൽകിയിട്ടില്ല. മൂലഗ്രന്ഥത്തിൽ റൂമി തങ്ങൾ നൽകിയിട്ടുള്ള ആമുഖം ഇവർ വിവർത്തനങ്ങളിൽ നൽകുന്നില്ല. ഒരു വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഗ്രന്ഥം മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ മുഖവുരയും ഉള്ളടക്കവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കൽ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള വിവർത്തനങ്ങളെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ആമുഖങ്ങളെക്കുറിച്ച് പ്രത്യേകം ഒരു പഠനം നടത്തിയിട്ടുള്ളത്. ഈ പറയപ്പെട്ട വ്യത്യസ്തമായ രീതിയിലുള്ള രചനകളാണ് ജലാലുദ്ദീൻ റൂമി തങ്ങൾക്കുള്ളത്. അപ്രത്യക്ഷനായ റൂമിയിലേക്ക് കടന്നു വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള
അപ്രത്യക്ഷമാകലുകൾ, ജലാലുദ്ദീൻ റൂമി തങ്ങളുടെ വിശ്വാസത്തെയും മതത്തെയും എല്ലാം തിരസ്കരിച്ചിട്ടുകൊണ്ടുള്ള വിവർത്തനങ്ങളും വായനകളും എന്തുകൊണ്ടാണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് പല രൂപത്തിലുള്ള ചർച്ചകളും അക്കാഡമിക്സിൽ കാണാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം ജോൺ റൊണാൾഡിൻ്റെ നേരത്തെ പരാമർശിച്ച ഗ്രന്ഥത്തിൻ്റെ ആമുഖത്തിൽ ആൻ മേരി ഷിമ്മൽ ഇത്തരത്തിലുള്ള വായനകളെക്കുറിച്ച് ചില നിരീക്ഷണങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അവർ പറയുന്നത് ജലാലുദ്ദീൻ റൂമി തങ്ങളുടെ വെസ്റ്റേൺ റീഡിങ്സിൽ പാശ്ചാത്യ പണ്ഡിതന്മാർക്ക് അതുപോലെ തന്നെ ജലാലുദ്ദീൻ റൂമി തങ്ങളെ ഇഷ്ടപ്പെടുന്ന വായനക്കാർക്കുമിടയിൽ അവരുടെ ഇസ്ലാമിക പശ്ചാത്തലത്തെ മറന്നു കളയുന്ന ഒരു പ്രവണത കാണാൻ സാധിക്കും എന്ന്, മറന്ന് കളയുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് എന്ന് ആൻ മേരി ഷിമ്മൽ പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട നിരീക്ഷണം അവർ പറയുന്നത് പ്രവാചകനെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഇത്തരം വിവർത്തനങ്ങളിൽ ജലാലുദ്ദീൻ റൂമി തങ്ങളുടെ കുറിച്ചുള്ള വായനകളിലും കടന്നു വരുന്നില്ല എന്നാണ്. യഥാർത്ഥത്തിൽ ജലാലുദ്ദീൻ റൂമി തങ്ങളുടെ ആത്മീയ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് പ്രവാചക സ്നേഹമാണ്. ജലാലുദ്ദീൻ റൂമി തങ്ങളുടെ മരണത്തിന് ശേഷവും മൗലവി ത്വരീഖത്തിൻ്റെയൊക്കെയുള്ള ഭാഗമായിട്ട് നടക്കുന്ന ആത്മീയ സദസ്സുകളിലുള്ള തുടക്കത്തിൽ നഅ്ത്ത് ഷരീഫുകൾ നടക്കുന്നുണ്ട്. അതിനെ ഉദ്ധരിച്ചുകൊണ്ട് ആൻ മേരി ഷിമ്മൽ പറയുന്നുണ്ട്, ഈ ഒരു കാര്യം തന്നെ മനസ്സിലാക്കാം നമുക്ക് എത്രത്തോളം ജലാലുദ്ദീൻ റൂമി തങ്ങളും പ്രവാചകനും തമ്മിൽ ബന്ധമുണ്ട്, ആത്മീയ ബന്ധമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അത്തരത്തിലുള്ള നേരത്തെ പറഞ്ഞ വായനകളിലൊന്നും ജലാലുദ്ദീൻ റൂമി തങ്ങളും പ്രവാചകനും തമ്മിലുള്ള ഒരു ബന്ധം കടന്നു വരുന്നില്ല എന്ന് അവർ നിരീക്ഷിക്കുന്നുണ്ട്. ഈ നമ്മൾ ഇവിടെ പരാമർശിച്ച ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അടങ്ങിയിട്ടുള്ള വിവർത്തനങ്ങളുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത്, ഇത്തരം വിവർത്തനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വിവർത്തകന്മാർക്ക് അവർ വിവർത്തനം ചെയ്യുന്ന മൂലഗ്രന്ഥത്തിൻ്റെ സോഴ്സ് ലാംഗ്വേജിൻ്റെ ഭാഷ അറിയില്ല. പേർഷ്യൻ ഭാഷ അറിയാതെയാണ് ഇവരെല്ലാം റൂമി തങ്ങളെ പരിഭാഷപ്പെടുത്തിയിട്ടുള്ള വിവർത്തനം ചെയ്തിട്ടുള്ളതെന്നാണ്. മറ്റേതെങ്കിലും അക്ഷര വിവർത്തനങ്ങളെയോ രണ്ടാം തര വിവർത്തനങ്ങളെയോ അടിസ്ഥാനമാക്കി അത്തരം വിവർത്തനങ്ങൾക്ക് ഒരു കാവ്യസ്വരൂപം നൽകുകയാണ് ഇത്തരത്തിലുള്ള വിവർത്തകർ ചെയ്യുന്നത് എന്ന് കാണാൻ സാധിക്കും. അതോടൊപ്പം ഇവർ തങ്ങളുടെ ഗ്രന്ഥങ്ങൾക്ക് ഇത് ജലാലുദ്ദീൻ റൂമി തങ്ങളുടെ മസ്നവിയുടെ വിവർത്തനമാണെന്ന് പറയാതെ വേർഷൻസ് എന്ന പേരിലാണ് പറയുന്നത്. ചില ആദ്യകാലങ്ങളിൽ പുറത്തിറങ്ങിയ പല ഗ്രന്ഥങ്ങളിലും വിവർത്തനം ചെയ്ത ആളുകളുടെ പേര് കാണില്ല. പിന്നീട് അത് പ്രശസ്തമാകുന്ന സമയത്ത്, വളരെയധികം ശ്രദ്ധയാകർഷിക്കുന്ന സമയത്ത് അവർ വിവർത്തകന്മാരുടെ പേര് കൊടുക്കുകയും ആ പേരിൽ അറിയപ്പെടുകയും ചെയ്യുകയാണ്. അല്ലാതെ പുറത്തിറങ്ങുന്ന പല വിവർത്തനങ്ങളും വേർഷൻസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് പൂർണ്ണമായി വിവർത്തനമാണോ അല്ലെങ്കിൽ മൂലഗ്രന്ഥത്തിൽ നിന്നും ആശയം ഉൾക്കൊണ്ടുകൊണ്ട് സ്വന്തമായി എഴുതിയ രചനയാണോ എന്നൊന്നും മനസ്സിലാക്കാത്ത രൂപത്തിലുള്ള വായനകളാണ് അല്ലെങ്കിൽ വിവർത്തനങ്ങളാണ് അത്തരത്തിലുള്ള ഈ നേരത്തെ പറഞ്ഞ പോപ്പുലർ വേർഷൻസിൽ, പോപ്പുലറായിട്ടുള്ള റൂമി റീഡിങ്സിൽ കടന്നു വന്നിട്ടുള്ളത്. ജലാലുദ്ദീൻ റൂമി തങ്ങളെ പാശ്ചാത്യ ലോകത്തെ ഏറ്റവും അധികം പ്രശസ്തി നേടിക്കൊടുത്ത ഒരു വിവർത്തകൻ എന്ന് പറയുന്നത് കോൾമാൻ ബാഗ്സ് ആണ്. അദ്ദേഹത്തിൻ്റെ വിവർത്തനങ്ങൾക്കും അതുപോലെ സ്വന്തമായ രചനകളും ആണ് ജലാലുദ്ദീൻ റൂമി തങ്ങൾക്ക് വെസ്റ്റേൺ വേൾഡിൽ വലിയൊരു ജനപ്രീതി നേടിക്കൊടുത്തത്. പക്ഷെ അതോടൊപ്പം ഏറ്റവും കൂടുതൽ വിവർത്തന വൈകല്യങ്ങൾ നടന്നിട്ടുള്ളതും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ കാണാൻ സാധിക്കുന്നതും കോൾമാൻ ബാഗ്സിൻ്റെ വിവർത്തനങ്ങൾക്കാണ്. റോബർട്ട് ബ്ലൈ എന്ന് പറയുന്ന ഒരു കവി, അദ്ദേഹം ഏജാർബറിയുടെ ഒരു റൂമി വിവർത്തനം കോൾമാൻ ബാഗ്സിന് നൽകിക്കൊണ്ട് പറയുകയാണ്, ദസ് പോംസ് നീഡ് ടു ബി റിലീസ്ഡ് ഫ്രം ദെയർ കേജസ് എന്ന് പറഞ്ഞുകൊണ്ട് അത് വിവർത്തനം ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ ഒരു കമാൻഡിൽ തന്നെ വളരെ വ്യക്തമാണ് എന്താണ് തന്നോട് റോബർട്ട് ബ്ലൈ എന്ന് പറയുന്ന കവി ആവശ്യപ്പെടുന്നത് എന്നും എന്താണ് തൻ്റെ ലക്ഷ്യമെന്നും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു നിർദ്ദേശമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതോടൊപ്പം കോൾമാൻ ബാഗ്സിൻ്റെ പ്രത്യേകത അദ്ദേഹം വിവർത്തനം ചെയ്യുക മാത്രമല്ല, ഇപ്പോൾ മസ്നവിയിലൊക്കെ ചില ഭാഗങ്ങൾ എടുത്തുകൊണ്ട് സ്വന്തമായ രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ കാണാൻ സാധിക്കും. ഡിലീജിയസ് ലോഫർ, ഫീലിംഗ് ദ ഷോൾഡർ ഓഫ് ദി ലയൺ,
100 ബാസ്ക്കറ്റ് വീവിങ്, ദ എസെൻഷ്യൽ റൂമി തുടങ്ങിയ പേരിൽ വ്യത്യസ്തമായ സ്വതന്ത്ര രചനകൾ എന്ന രൂപത്തിൽ ഒരുപാട് റൂമി വിവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് കോൾമാൻ ബർഗ്സ്. അതോടൊപ്പം കോൾമാൻ ബർഗ്സിൻ്റെ വിവർത്തനങ്ങളെക്കുറിച്ചുള്ള പല രൂപത്തിലുള്ള വായനകൾ നടന്നിട്ടുണ്ട്. ദ എറേസർ ഓഫ് ഇസ്ലാം ഫ്രം ദി പോയട്രി ഓഫ് റൂമി എന്ന പേരിൽ ദി ന്യൂയോർക്കറിൽ റോസീന അലി ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതിൽ ഏത് രൂപത്തിലാണ് ജലാലുദ്ദീൻ റൂമി തങ്ങളുടെ ഗ്രന്ഥരചനകളിൽ പാശ്ചാത്യവൽക്കരണം എന്ന് പറയുന്ന ഒരു ആശയം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അവർ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു അഭിമുഖത്തിൽ കോൾമാൻ ബർഗ്സുമായി നടത്തിയ ഒരു അഭിമുഖത്തിൽ റോസീന അലി അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ മനഃപൂർവ്വം ഇസ്ലാമിക പശ്ചാത്തലത്തെ റൂമിയുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും തുടച്ചു മാറ്റുന്നുണ്ടോ അല്ലെങ്കിൽ അത് ഒഴിവാക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് കോൾമാൻ ബർഗ്സ് നൽകിയ മറുപടി, എന്നെ പഠിപ്പിച്ചതും വളർത്തിയതും പുരോഹിതന്മാരാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിനേക്കാൾ എനിക്ക് പഴയ നിയമം അറിയാം. മനഃപൂർവ്വം ഇസ്ലാമിനെ ഒഴിച്ചു നിർത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന വളരെ വിചിത്രമായ ഒരു മറുപടിയാണ് അദ്ദേഹം നൽകുന്നത്. ഈ ഇത്തരം വിവർത്തനങ്ങളെ മുൻനിർത്തിക്കൊണ്ട്, ഇത്തരം വായനകളെ മുൻനിർത്തിക്കൊണ്ട് കോൾമാൻ ബർഗ്സ് അടക്കമുള്ള ഇത്തരം ആളുകളുടെ റൂമി വിവർത്തനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് റോസീന അലിയും അതുപോലെ തന്നെ ഓമിദ് സാഫിയെ പോലുള്ള ആളുകളൊക്കെ ഒരു ആത്മീയ കൊളോണിയലിസം, സ്പിരിച്വൽ കൊളോണിയലിസമാണ് ഇത് എന്ന് പറയുന്നുണ്ട്. ഈ പരിഭാഷ എന്ന് പറയുന്നത്, വിവർത്തനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു കൊളോണിയൽ ടൂളായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനും കച്ചവടക്കാരനും ഒരു പരിഭാഷകരുമാണ് കോളനികൾ സ്ഥാപിച്ചത് എന്ന മൊഴി വളരെ പ്രശസ്തമായിട്ടുള്ളൊരു മൊഴിയാണ്. അതിനടിസ്ഥാനത്തിൽ പുതിയ കാലത്ത് പരിഭാഷ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര വ്യവഹാരമായിട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം വിവർത്തനങ്ങളിലൂടെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആത്മീയ കൊളോണിയലിസമാണ് എന്നാണ് ഓമിദ് സാഫിയെ പോലുള്ളവർ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വിവർത്തന വൈകല്യങ്ങളും ആശയചോർച്ചകളും ഇസ്ലാമിക പശ്ചാത്തല തിരസ്കാരങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് റൂമി കവിതകളിൽ മാത്രമല്ല, പേർഷ്യൻ സാഹിത്യത്തിൽ പൊതുവെ ഇത്തരത്തിലുള്ള ഒരു പ്രവണത കാണാൻ സാധിക്കും. ഇപ്പോൾ പേർഷ്യൻ സാഹിത്യത്തിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കാവ്യമാണ് റുബായിയാത്ത്, ഉമർ ഖയ്യാമിൻ്റെ റുബായിയാത്ത് ഇതുപോലെ പാശ്ചാത്യ ലോകത്ത് പരിചയപ്പെടുത്തിയത് അല്ലെങ്കിൽ അതിന് ജനസമ്മതി നേടിക്കൊടുത്ത വ്യക്തിയാണ് എഡ്വേർഡ് ഫിറ്റ്സ്ജെറാൾഡ് എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹം നേരിട്ട് റുബായിയാത്തിലേക്ക് കടന്നു വരികയല്ല. അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ, ഒരു പ്രൊഫസർ കോയൽ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് റുബായിയാത്ത് കൈമാറുകയും അത് വിവർത്തനം ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്യുന്നതാണ്. അദ്ദേഹം പറയുന്നത് അക്ഷരാർത്ഥത്തിലുള്ളൊരു വിവർത്തനമല്ല താൻ ചെയ്യുന്നത്, മറിച്ച് ഇതിൻ്റെ ഒരു രൂപത്തിലും ഭാവത്തിലും ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ സാധിക്കും. ഒരക്ഷര വിവർത്തനമല്ല നടത്തുന്നതെങ്കിലും അതിൻ്റെ ഒരു ഘടനയിലും അതിൻ്റെ ഒരു ശൈലിയിലും നിങ്ങൾക്കൊരു സന്തോഷം ലഭിക്കുന്ന രൂപത്തിലുള്ള വിവർത്തനമാണ് ഞാൻ നടത്താൻ പോകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മലയാളത്തിലും റുബായിയാത്തിന് ഒരുപാട് വിവർത്തനങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ടൈറ്റിലുകളിൽ വരെ നമുക്കത് റുബായിയാത്തിൻ്റെ വിവർത്തനമാണ് എന്നോ അല്ലെങ്കിൽ അതൊരു സൂഫി കാവ്യമാണെന്നോ മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള വിവർത്തനങ്ങളാണ് അതിനുള്ളത്. ഉദാഹരണത്തിന് വിലാസലഹരി, മധുരോത്സവം തുടങ്ങിയിട്ടുള്ള വിവർത്തനങ്ങൾ അതിൽ പ്രധാനപ്പെട്ടതാണ്. പി ആൻ്റണി നടത്തിയിട്ടുള്ള ഒരു മലയാള വിവർത്തനം, അതിന് അദ്ദേഹം റുബായിയാത്ത് എന്തുകൊണ്ടാണ് വിവർത്തനം ചെയ്തതെന്ന് അദ്ദേഹം പറയുന്നത് ഉമർ ഖയ്യാമിൻ്റെ ഭൗതികതയും യുക്തിചിന്തയുമാണ് തന്നെ ഇത് വിവർത്തനം ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്ന് പറയുന്നുണ്ട്. ഒരു സൂഫി കവിയെക്കുറിച്ചാണ് അദ്ദേഹം ഈ നിലപാട് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്രത്തോളം വളരെയധികം തെറ്റിദ്ധരിച്ചുകൊണ്ടുള്ള വിവർത്തനങ്ങളും വ്യാഖ്യാനങ്ങളുമാണ് ഉമർ ഖയ്യാമിൻ്റെ റുബായിയാത്തിന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം മറ്റൊരു പേർഷ്യൻ കവിയാണ് ഷംസുദ്ദീൻ മുഹമ്മദ് ഹാഫിസ് അൽ ഷിറാസി എന്ന് പറയുന്ന കവി. അദ്ദേഹത്തിൻ്റെയും ഇതുപോലെ വായനകളും വിവർത്തനങ്ങളും വളരെ അധികം തെറ്റിദ്ധരിക്കപ്പെടുന്ന രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹാഫിസിൻ്റെ വിവർത്തനങ്ങൾ ഇതുപോലെ വെസ്റ്റിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ അതിന് ജനസമ്മതി നേടിക്കൊടുത്തിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ഡാനിയൽ ലാലിൻസ്കി എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം ദ ഗിഫ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ, അതാണ് ഹാഫിസിനെ വിവർത്തനം ചെയ്തിട്ടുള്ള ഒരു ഗ്രന്ഥം, അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥം. അതിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നത് താനിത്
താൻ ഒരിക്കലും ചെയ്യാൻ സാധ്യമാകാത്ത ഒരു പ്രവൃത്തി ചെയ്യാൻ പോവുകയാണ് എന്നാണ് പറയുന്നത്. അത്രത്തോളം പ്രയാസകരമായ ഒരു ദൗത്യമാണ് ഹാഫിസ് ഷിറാസിയുടെ ഗ്രന്ഥങ്ങൾ വിവർത്തനം ചെയ്യുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ചെയ്യാൻ സാധ്യമല്ലാത്ത ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയുള്ളൊരു പരിശ്രമമാണ് ഞാൻ നടത്തുന്നത് എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അതോടൊപ്പം ഒരു 2011 നടത്തിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത്, ഇത്തരത്തിലുള്ള വിവർത്തനങ്ങളെക്കുറിച്ചുള്ള സംസാരത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈസ് ഇറ്റ് ഹാഫിസ് ഓർ ഡാനി, ഐ ഡോണ്ട് നോ, ഡസ് ഇറ്റ് റിയലി മാറ്റർ. അദ്ദേഹം പറയുന്നത്, ഞാൻ ഈ വിവർത്തനം ചെയ്തത് അത് ഞാനാണോ അതോ ഹാഫിസ് ആണോ എനിക്കറിയില്ല, പക്ഷേ അതൊരു വലിയ പ്രശ്നമാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഞാനായാലും ഹാഫിസായാലും എന്താണ് പ്രശ്നം എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. വളരെ നേരത്തെ പറഞ്ഞ പോലെ വളരെ വിചിത്രമായ ഒരു വാദമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, ഹാഫിസിൻ്റെ കൃതി വിവർത്തനം ചെയ്യുന്നതിൻ്റെ ഒരു 6 മാസം മുമ്പ് ഹാഫിസ് ഷിറാസി അദ്ദേഹം സ്വപ്നത്തിൽ കാണുകയും 100ഓളം വരികൾ അദ്ദേഹം തനിക്ക് പാടിത്തന്നു എന്നും അത് തൻ്റെ അനുവാചകരിലേക്ക് എത്തിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു എന്ന് വളരെ വിചിത്രമായ ഒരു സ്വപ്നത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഇതിൻ്റെ ഒതൻറ്റിസിറ്റിയെ, ഹാഫിസിൻ്റെ കവിതകളുടെ ഒതൻറ്റിസിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലുള്ള വിവർത്തനങ്ങളാണ് ലാഡിൻസ്കിയുടെ വിവർത്തനങ്ങൾ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഹാഫിസിൻ്റെ ഗ്രന്ഥങ്ങൾ വിവർത്തനം ചെയ്യാൻ കഴിയുമോ എന്ന ചോദ്യം തന്നെ വളരെ പ്രസക്തമാണ്. അതിൻ്റെ ഒരു ദുർഗ്രാഹ്യതയും അതിൻ്റെ ഒരു രചനാശൈലിയും മുൻനിർത്തിക്കൊണ്ട് പല പഠനങ്ങളും നടന്നിട്ടുണ്ട്. വിവർത്തനം ചെയ്യൽ സാധ്യമാണോ എന്ന രൂപത്തിൽ പല പഠനങ്ങളും നടന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു പഠനമാണ് ആര്യ ഫാനി നടത്തിയിട്ടുള്ളൊരു പഠനം, റീറൈറ്റിംഗ് ഹാഫിസ്, റീതിയറൈസിങ് അണ്ടർസ്റ്റാൻഡബിലിറ്റി ഓഫ് ഇൻ പേർഷ്യൻ പോയട്രി എന്ന പേരിൽ ഒരു പഠനം കാണാം. അതുപോലെ ഡിക് ഡേവിസ് എന്ന് പറയുന്ന വ്യക്തി ന്യൂ ഇംഗ്ലണ്ട് റിവ്യൂവിൽ ഓൺ നോട്ട് ട്രാൻസ്ലേറ്റിംഗ് ഹാഫിസ് എന്ന പേരിലും ഒരു പഠനം നടത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ആ ഒരു കാവ്യസമാഹാരം, കാവ്യത്തെ പരിഭാഷപ്പെടുത്തുന്നതിൻ്റെ പ്രയാസവും അല്ലെങ്കിൽ അതിന് സാധ്യമാണോ, ഒരു മൊഴിമാറ്റം അതിന് സാധ്യമാണോ എന്ന രൂപത്തിലുള്ള പഠനങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. വളരെ ഇത്തരത്തിലുള്ള വിവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കെ നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമെന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഇത്തരം വിവർത്തനങ്ങൾ നടക്കുന്നത് എന്നാണ്. ഈ ഒരു ചോദ്യത്തെ മുൻനിർത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ ഇന്ന് ലോകത്ത് വളരെയധികം പ്രസിദ്ധിയാർജിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആശയമാണ് ആധുനിക മിസ്റ്റിസിസം എന്ന് പറയുന്നത്. പാശ്ചാത്യ യുക്തിയുടെ അധീശത്വവും അതുപോലെ തന്നെ അവരുടെ നിർണയാധികാരവും മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പുതിയ ആശയമാണ് ആധുനിക മിസ്റ്റിസിസം എന്ന് പറയുന്നത്. ആധുനിക മിസ്റ്റിസിസത്തെക്കുറിച്ച് അക്കാഡമിക് പണ്ഡിതന്മാർ പറയുന്നത് റിലീജിയസ് സ്പിരിച്വാലിറ്റി ബട്ട് നോട്ട് റിലീജിയസ് എന്നാണ്. അതായത് ആത്മീയതയാണ് പക്ഷെ മതമില്ല, മതമില്ലാത്ത ആത്മീയത എന്ന പേരിൽ അറിയപ്പെടുന്നതിനാണ് ആധുനിക മിസ്റ്റിസിസം എന്ന് പറയുന്നത്. ഈ ആധുനിക മിസ്റ്റിസിസത്തെക്കുറിച്ച് വളരെ അധികം ഗ്രന്ഥരചന നടന്നിട്ടുണ്ടെങ്കിലും അതിൽ വളരെ വ്യത്യസ്തമായ ഒരു ഗ്രന്ഥരചന നടത്തിയിട്ടുള്ള വ്യക്തിയാണ് സോഫിയ റോസ് അർജാന എന്ന് പറയുന്ന സ്കോളർ. അവർ ഇസ്ലാമിക പഠനത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. മുസ്ലിംസ് ഇൻ വെസ്റ്റേൺ ഇമാജിനേഷൻ, പിലിഗ്രിമേജ് ഇൻ ഇസ്ലാം, വേൾഡ് സൂപ്പർ ഹീറോസ് തുടങ്ങി വളരെ അധികം ശ്രദ്ധയാകർഷിച്ച ഒരുപാട് ടൈറ്റിലുകൾ ഇസ്ലാമിക് പഠന മേഖലയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കോളറാണ്. അവരുടെ ഒരു ഗ്രന്ഥമാണ് ബൈയിങ് ബുദ്ധ, സെല്ലിംഗ് റൂമി, ഓറിയൻ്റലിസം ആൻഡ് മിസ്റ്റിക്കൽ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിൽ എങ്ങനെയാണ് ആധുനിക മിസ്റ്റിസിസം നമ്മുടെ കമ്പോളങ്ങളിൽ വർക്ക് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് അവർ പറയുന്നത്. ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ദ മൈദാൻ ഓൺലൈൻ മാഗസിനിൽ സോഫിയ റോസ് തന്നെ എഴുതിയിട്ടുള്ള ഒരു ലേഖനമുണ്ട്. ആ ലേഖനം എൻചാൻമെൻറ്റ്, ഓറിയൻ്റലിസം ആൻഡ് മോഡേൺ മിസ്റ്റിസിസം എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. ഈ ലേഖനത്തിൻ്റെ തുടക്കത്തിൽ ചാൾസ് ടൈലറുടെ വളരെ പ്രശസ്തമായ എ സെക്കുലർ ഏജ് എന്ന് പറയുന്ന ഗ്രന്ഥം, ആധുനികതയുമായി ബന്ധപ്പെട്ട് എഴുതപ്പെട്ട വളരെ അധികം പ്രാധാന്യമുള്ള ഒരു അക്കാഡമിക് ഗ്രന്ഥമാണ് എ സെക്കുലർ ഏജ് എന്ന് പറയുന്ന പുസ്തകം. ഈ പുസ്തകത്തെ ഉദ്ധരിച്ചുകൊണ്ട് അവർ പറയുന്നുണ്ട്, ആധുനിക പൂർവാധുനിക ലോകക്രമങ്ങളെ വേർതിരിച്ച്
അതിൻ്റെ വ്യത്യസ്തമായ സവിശേഷതകളെ പരിചയപ്പെടുത്തുന്നുണ്ട് ജോസ് ടൈലർ. ആ വ്യത്യസ്തമായ സവിശേഷതകൾ പറയുന്നിടത്ത് ആധുനികതയുടെ സവിശേഷതയായി അദ്ദേഹം പരിചയപ്പെടുത്തുന്നത് ഡിസെൻചാൻമെൻറ്റ് എന്ന് പറയുന്ന ആശയത്തെയാണ്. എൻചാൻമെൻറ്റിനെ ഇല്ലാതാക്കി കളഞ്ഞിട്ടുണ്ട് ആധുനികത എന്നാണ് പറയുന്നത്. എൻചാൻമെൻറ്റ് എന്ന് പറയുന്നത് അഭൗതികമായ ആശയങ്ങളായിട്ടുള്ള ദൈവം, ഭൂതം, പിശാച് എന്ന് പറയുന്ന നമ്മളുടെ അനുഭവ തലത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ആശയങ്ങളെ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട് വളരെ മെറ്റീരിയലിസ്റ്റിക്കായി ഭൗതികമായിട്ടുള്ള ഒരു ലോകക്രമമാണ് ആധുനികത മുന്നോട്ട് വെക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സോഫിയ റോസിൻ്റെ ബൈങ് വിത്ത് ദ സെല്ലിംഗ് റൂമി എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഒരു സഞ്ചാരം എന്ന് പറയുന്നത് ഈ ഡിസെൻചാൻമെൻറ്റഡ് ആയിട്ടുള്ള വേൾഡിൽ എങ്ങനെയാണ് എൻചാൻമെൻറ്റിനെ ഈ ആധുനിക മനുഷ്യർ കണ്ടെത്തുന്നത് എന്നാണ് അവരുടെ പുസ്തകത്തിൻ്റെ നിരീക്ഷണം. ആ നിരീക്ഷണത്തിൽ അവർ അതിന് മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് ഈസ്റ്റിൽ അവതരിച്ചിട്ടുള്ള മിസ്റ്റിക്കൽ ട്രഡീഷൻസിനെ അതിനെ ഒരു പുനർവ്യാഖ്യാന രൂപത്തിൽ അല്ലെങ്കിൽ പാശ്ചാത്യ ലോക വീക്ഷണത്തിൻ്റെ ഭാഷയിലേക്കും ശൈലിയിലേക്കും മൊഴിമാറ്റം ചെയ്തും വിവർത്തനം ചെയ്തും പുനരവതരിപ്പിച്ചുകൊണ്ടുമാണ് എൻജോയ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ആശയത്തെ ആധുനിക ലോകം മറികടക്കുന്നത് എന്നാണ് അവർ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം. ഇതിൻ്റെ ഭാഗമായി ഈസ്റ്റിൽ വന്നിട്ടുള്ള പല ആധ്യാത്മിക വ്യക്തിത്വങ്ങളെയും വെസ്റ്റിലേക്ക് വിവർത്തനം ചെയ്യുകയും അവരെ പരസ്പരം കൂട്ടിക്കലർത്തിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുന്ന ഒരു പ്രവണതയെക്കുറിച്ചും അവർ പറയുന്നുണ്ട്. മഡിൽഡ് ഓറിയൻ്റലിസം എന്ന പേരിൽ ബൈങ് ബുദ്ധ സെല്ലിംഗ് റൂമി എന്ന ഗ്രന്ഥത്തിൽ അവർ ഇതിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായി ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് ബുദ്ധൻ്റെ ചില വാക്യങ്ങൾ എടുത്തുകൊണ്ട് അത് ജലാലുദ്ദീൻ റൂമി തങ്ങളുടെ പേരിലും ജലാലുദ്ദീൻ റൂമി തങ്ങളുടെ ചില വാക്യങ്ങൾ എടുത്ത് അത് ബുദ്ധൻ്റെ പേരിലും പ്രചരിപ്പിക്കുന്ന ഒരു രീതി നമുക്ക് കാണാൻ സാധിക്കും. ബുദ്ധൻ്റെ ഫോട്ടോ ഉണ്ടാകും, അതിൽ ജലാലുദ്ദീൻ റൂമി തങ്ങളുടെ ഒരു വചനം ഉണ്ടാകും. ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രവണത, അത്തരത്തിലുള്ള ഗ്രന്ഥരചനകളും അത്തരത്തിലുള്ള ആശയങ്ങളും പാശ്ചാത്യ കമ്പോളങ്ങളിൽ വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് സോഫിയ റോസ് അവരുടെ ഗ്രന്ഥത്തിൽ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള തെറ്റായ രൂപത്തിലുള്ള സൂഫി വിവർത്തനങ്ങളും സൂഫി വായനകളും യഥാർത്ഥത്തിൽ സൂഫി ജീവിതങ്ങളെ അല്ലെങ്കിൽ അവരുടെ ആത്മീയ ജീവിതത്തെ മനസ്സിലാക്കാതെ പോകാനുള്ള ഒരു പ്രധാന കാരണമായി മാറുന്നുണ്ട്. നമ്മളിവിടെ പറഞ്ഞ അപ്രത്യക്ഷനാകുന്ന റൂമി എന്ന് പറയുന്നതിൻ്റെ ഒരു താല്പര്യവും അതാണ്. പാശ്ചാത്യ ലോകവീക്ഷണത്തിനും അവരുടെ അനുഭൂതിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കും വേണ്ടി ഇത്തരത്തിലുള്ള സൂഫി വിവർത്തനങ്ങൾ നടക്കുമ്പോൾ എന്താണ് ജലാലുദ്ദീൻ റൂമി എന്നും ജലാലുദ്ദീൻ റൂമി തങ്ങളുടെ ആത്മീയ ജീവിതം ഏത് രൂപത്തിലുള്ളതായിരുന്നു എന്നതിനെക്കുറിച്ചും അറിയാതെ പോകുന്നുണ്ട് വായനക്കാർ. നേരത്തെ പറഞ്ഞതുപോലെ ജലാലുദ്ദീൻ റൂമി തങ്ങളുടെ വായനകളുടെ മറ്റൊരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് വായനാ രീതിയുടെ പ്രശ്നമാണ്. സോഴ്സുകളുടെ പ്രശ്നം പോലെ തന്നെ വളരെ പ്രധാനമാണ് ജലാലുദ്ദീൻ റൂമി തങ്ങളുടെ വായിക്കുന്നതിലുള്ള പ്രശ്നം. റൈനോൾഡ് നിക്കൽസൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു നിരീക്ഷണമുണ്ട്. അദ്ദേഹം പറയുന്നത് ഇഹിയയുടെയും മസ്നവിയുടെയും അധ്യാപനം ഏറെക്കുറെ ഒന്ന് തന്നെയാണ്, പക്ഷേ അധ്യാപകർ വളരെ വ്യത്യസ്തരാണ്. ഗസാലിയുടേത് വ്യവസ്ഥാനുസൃതവും കണിശവും സുഗ്രാഹ്യവുമാണ്. അതേസമയം റൂമിയുടേത് അന്തരാർത്ഥമുള്ളതും നിഗൂഢവുമായ അധ്യാപനമാണ്. അനുഭവത്തിൻ്റെ ഉത്സാഹത്തിലും ഉന്നതിയിലും ചിന്തയുടെ മൗലികതയിലും തീവ്രതയിലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലുമെല്ലാം ചിലപ്പോഴെങ്കിലും ഗസാലിയും റൂമിക്കൊപ്പം നിൽക്കുന്നു. റൂമി എഴുതുന്നത് സൂഫികൾക്ക് വേണ്ടിയാണ്. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ഏതെങ്കിലും വിഭാഗത്തിന് മാത്രം പ്രത്യേകമായതല്ല എന്നാണ് ഗസാലിയുടെ നിരീക്ഷണം. ഈ ഒരു നിക്കൽസൻ്റെ ഈ ഒരു കോട്ടിംഗ് എന്ന് പറയുന്നത് വളരെ അധികം പ്രശസ്തമായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം പ്രാധാന്യം
ഉള്ള ഒരു നിരീക്ഷണമാണ്. കാരണം ജലാലുദ്ദീൻ റൂമി തങ്ങളുടെ എഴുത്തുകളുടെയും ആത്മീയ ജീവിത ശൈലിയെയും മനസ്സിലാക്കുന്നതിൽ വളരെയധികം പ്രധാനമാണ് നമ്മൾ വായിക്കുന്നത് ഏത് ജലാലുദ്ദീൻ റൂമി തങ്ങളുടെ രചനയാണ് എന്നത്. കാരണം വ്യത്യസ്തമായ രചനകൾ, നേരത്തെ നമ്മൾ പരിചയപ്പെടുത്തിയതുപോലെ വ്യത്യസ്തമായ രചനകൾ ജലാലുദ്ദീൻ റൂമി തങ്ങളുടെ പേരിലുണ്ട്. അതിൽ തന്നെ മസ്നവി എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഒരു രചന എന്ന് പറയുന്നത്. മസ്നവിയുടെ പ്രത്യേകത ദർവീഷുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആത്മീയ ജീവിത വഴിയിൽ പ്രവേശിച്ചവർക്ക് വേണ്ടി എഴുതപ്പെട്ട ഒരു രചനയാണ് യഥാർത്ഥത്തിൽ മസ്നവി എന്ന് പറയുന്നത്. ഒരു ശിഷ്യൻ ജലാലുദ്ദീൻ റൂമി തങ്ങളോട് പറയുകയാണ്, എനിക്ക് നിങ്ങൾ ദർവീഷുകൾക്ക് വേണ്ടി ഒരു ആത്മീയ കാവ്യം രചിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു രചന നിർവഹിക്കുന്നത്. എന്നാൽ സാധാരണക്കാരെയും ശിഷ്യന്മാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർക്ക് വേണ്ട രൂപത്തിലുള്ള ഒരു രചനയാണ് ഫീഹിമാ ഫീഹി എന്ന് പറയുന്ന രചന. യഥാർത്ഥത്തിൽ മസ്നവിയുടെ കാവ്യ രചനകൾക്കുള്ള അത്ര പ്രശസ്തിയും പോപ്പുലാരിറ്റിയും വായനയും തീരെ നടന്നിട്ടില്ല ഫീഹിമാ ഫീഹി എന്ന് പറയുന്ന രചനയ്ക്ക്. ഫീഹിമാ ഫീഹിയുടെ ഒരു പ്രത്യേകത ജലാലുദ്ദീൻ റൂമി തങ്ങളുടെ വിശ്വാസത്തെയും ആത്മീയ ജീവിതത്തെയും എന്താണ് നമ്മോട് ജലാലുദ്ദീൻ റൂമി തങ്ങൾക്ക് പറയാനുള്ളത്, സാധാരണക്കാരായ നമ്മളോട്, അല്ലെങ്കിൽ സൂഫിസം എന്താണെന്ന് അല്ലെങ്കിൽ തസവൂഫ് എന്താണെന്ന്, ജലാലുദ്ദീൻ റൂമി തങ്ങളുടെ ആത്മീയ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളോട് എന്താണ് ജലാലുദ്ദീൻ റൂമി തങ്ങൾക്ക് പറയാനുള്ളത് എന്ന് വളരെ വ്യക്തമായി പറയുന്ന ഒരു ഗ്രന്ഥമാണ്. അതായത് ഫീഹിമാ ഫീഹി. ഫീഹിമാ ഫീഹി എന്നാൽ ഈ രൂപത്തിൽ വായിക്കപ്പെടുന്നില്ല എന്നത് വളരെ പ്രസിദ്ധമാണ്. നേരത്തെ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച ആ അനുഭവത്തിൽ പറയപ്പെടുന്ന രൂപത്തിൽ പറയപ്പെടുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് ഈ രൂപത്തിലുള്ളൊരു ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ എൻ്റെ കുടുംബജീവിതം നശിക്കുമെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ കുടുംബജീവിതത്തെക്കുറിച്ചും അല്ലെങ്കിൽ സാമൂഹ്യ ജീവിതത്തെക്കുറിച്ചും വളരെ വ്യത്യസ്തമായ ഏത് രൂപത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ആത്മീയപരമായി തന്നെ ജലാലുദ്ദീൻ റൂമി തങ്ങൾ പല നിരീക്ഷണങ്ങളും ഫീഹിമാ ഫീഹിയിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഫീഹിമാ ഫീഹിയിൽ ജലാലുദ്ദീൻ റൂമി തങ്ങളുടെ സംഭാഷണങ്ങളിൽ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭാഷണം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ അമീറുമായി നടത്തിയിട്ടുള്ള സംഭാഷണങ്ങളാണ്. അതിലൊരു സംഭാഷണ ശകലത്തിൽ അമീർ ജലാലുദ്ദീൻ റൂമി തങ്ങളോട് പറയുന്നുണ്ട്, മുഴുവൻ സമയം ആരാധനയിൽ മുഴുകി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, പക്ഷേ മംഗോളിയരുടെ പ്രശ്നം കാരണം എനിക്കതിന് സമയം കിട്ടുന്നില്ല എന്ന് അമീർ പറയുന്നു. ഈ ഒരു പ്രശ്നം പറഞ്ഞ സമയത്ത് ജലാലുദ്ദീൻ റൂമി തങ്ങൾ ഇതിന് മറുപടി പറയുന്നത്, നിങ്ങളുടെ ഉള്ളിലുള്ള നിയ്യത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശമെന്ന് പറയുന്നത് വളരെ നല്ല നിയ്യത്താണ്, വളരെ നല്ല ഉദ്ദേശമാണ്. അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേക കൂലിയുണ്ട്. മാത്രമല്ല നിങ്ങൾ ഭരണകാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന കാരണത്താൽ അത് ജനങ്ങൾക്ക് സമാധാനവും സുരക്ഷിതത്വവും നൽകും. അതുകൊണ്ട് തന്നെ അതും ഒരു ഇബാദത്താണ്, അതും ഒരു ആരാധനയാണ് എന്നാണ് ജലാലുദ്ദീൻ റൂമി തങ്ങൾ പറയുന്നത്. ഇതുപോലെ വ്യത്യസ്തമായി സാധാരണക്കാരോടുള്ള സംസാരം എങ്ങനെയാണ്, സാധാരണക്കാരുടെ ആത്മീയ ജീവിതം എങ്ങനെയാണ് ക്രമപ്പെടുത്തേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ അധികം വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തിയ ഫീഹിമാ ഫീഹിൽ നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം ആത്മീയ ജീവിതം എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒരു അർത്ഥത്തിൽ കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ജലാലുദ്ദീൻ റൂമി തങ്ങളുടെ ഗ്രന്ഥങ്ങൾ വ്യത്യസ്തമായ ശൈലിയിലും വ്യത്യസ്തമായ ആളുകൾക്ക് അനുസൃതമായും എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ, അത് വായിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തസവുഫിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ് ഇബ്നു അത്താഇല്ലാഹിയുടെ ഹിക്കം എന്ന് പറയുന്ന ഗ്രന്ഥം. ഹിക്കമിലെ രണ്ടാമത്തെ തത്വം എന്ന് പറയുന്നത് ഇറാദത്തുക തജ്രീദ മാ ഇഖാമത്തില്ലാഹി ഇയാക ഫിൽ അസ്ബാബി മിൻ ഷഹ്വത്തിൻ ഖഫിയ എന്ന് പറയുന്നുണ്ട്. അതായത് അസ്ബാബിൻ്റെ വഴികൾ എന്ന് പറയുന്നത് നമ്മളുടെ സാധാരണ ജീവിതത്തെക്കുറിച്ചാണ്. നമ്മൾ കുടുംബവും സമൂഹവുമായി ഇടപെട്ടുകൊണ്ടുള്ള ജീവിതം, ആ ജീവിതത്തിൽ നിലനിർത്തിയ ഒരു വ്യക്തി അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായും ആത്മീയമായ അല്ലെങ്കിൽ പൂർണ്ണമായും ദൈവചിന്തയിൽ മാത്രം ജീവിക്കുന്ന ഒരു ശൈലിയിലേക്ക് മാറാൻ ആഗ്രഹിക്കൽ, അതൊരു പരോക്ഷമായ ഒരു ദേഹേച്ഛയാണ് എന്നാണ് ഇബ്നു അത്താഇല്ലാഹി ഹിക്കമിൽ പറയുന്നത്. പ്രത്യക്ഷത്തിൽ നമുക്ക് അതൊരു വലിയ കാര്യമാണെന്ന് തോന്നാമെങ്കിലും അത് യഥാർത്ഥത്തിൽ ഒരു ദേഹേച്ഛയാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വതന്ത്ര ചിന്തയാണ് എന്നാണ് ഇബ്നു അത്താഇല്ലാഹി പറയുന്നത്. അതുകൊണ്ട് തന്നെ ആത്മീയ ജീവിതം തിരഞ്ഞെടുക്കുന്നവരും ആത്മീയ ജീവിതം
എന്താണെന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവരും നമ്മുടെ കൂടി അല്ലെങ്കിൽ നമുക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഒരു വായനയാണ് ജലാലുദ്ദീൻ റൂമി തങ്ങളിലും നടത്തേണ്ടത്. അതിനനുസൃതമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കണം. അല്ലാത്ത പക്ഷം ജലാലുദ്ദീൻ റൂമി തങ്ങളെ കുറിച്ചുള്ള വായനകളിൽ പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മുടെ ആത്മീയ ജീവിതത്തെ നിർണ്ണയിക്കുന്നതിലും സ്വാധീനിക്കും എന്നാണ് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ജലാലുദ്ദീൻ റൂമി തങ്ങളെക്കുറിച്ചുള്ള അപ്രത്യക്ഷനായ റൂമി എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന ഭാഗം, അല്ലെങ്കിൽ എന്താണ് അപ്രത്യക്ഷനായ റൂമി എന്നതിൻ്റെ താല്പര്യം എന്നതിനെക്കുറിച്ച് വിശദീകരിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.